ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡിന്നറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ്. അപ്പോൾ ഇന്ന് ഇടിയപ്പം വിത്ത് യാഗ്നി പൊട്ടറ്റോ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്നും നമ്മുടെ സ്വന്തം കറികളൊക്കെ കൂട്ടി കഴിച്ച് മടുത്തു. അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ട് ഒരു റെസിപ്പി അടിച്ച് മാറ്റിയതാണ്. ബേബി പൊട്ടറ്റോ നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഹാഫ് ബോയിൽ ചെയ്യാണ്. ഹാഫ് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കറിയുടെ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്പ്ലിറ്റഡ് അണ്ടിപ്പരിപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് അതിലേക്ക് ഇത്തിരി പെരിഞ്ചീരകവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടി ഞാൻ പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ജീരകം, അതുപോലെ 2 ഗ്രാമ്പൂ, 2 ഏലക്ക, പിന്നെ കറുവാപ്പട്ട. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മസാല വറുത്ത പാനിൽ തന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ബേബി പൊട്ടറ്റോ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും സവാളയും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ പാനിലേക്ക് തന്നെ അല്പം ബട്ടർ ഇട്ട് കൊടുക്കുക. ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഏകദേശം തിളച്ച് വരാറാകുമ്പോൾ അതിൻ്റെ ഗ്രേവി കട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിച്ചത് മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും അതുപോലെ തന്നെ സവാളയും ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു പിടി മട്ടർ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രീസറിൽ നിന്ന് എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് കറിയിലേക്ക് ചേർക്കുന്നത്. കറിയിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ, വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ കറിയുടെ ഗ്രേവി ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനൊന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് സെർവ് ചെയ്യാം. അപ്പോൾ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് നെയ്യും ഒഴിച്ചിട്ട് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചാണ് ഇളക്കിയെടുക്കേണ്ടത്. ഇതിൽ വെച്ചിട്ട് ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഈ സമയം നമ്മുടെ നാളത്തേക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കൂർക്ക മെഴുക്കുമായിട്ട് തയ്യാറാക്കാൻ വേണ്ടിയുള്ള കൂർക്ക ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛന് സെർവ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കറിയുടെ അഭിപ്രായം ചോദിച്ചായിരുന്നു. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് തന്നെ നല്ലതാണെന്ന് പറഞ്ഞ് നമുക്ക് റിസൾട്ട് വന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറയുകയും ചെയ്തു, യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറയണ്ട, അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അച്ഛൻ അതിനകത്ത് ഒരു ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടി വേഗമായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ട് പരീക്ഷിച്ച റെസിപ്പി കുഴപ്പമില്ലാതെ വിജയിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റ ബൈ ബൈ, സീ യു.